ഹലോ ഗായ്സ്, ഞാൻ അൽജോ. എൽസ് എൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത തായ്ലൻഡ് വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് ലോകത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നായിട്ടുള്ള നോങ് നോച്ച് ഗാർഡൻ എന്ന് പറയുന്ന പട്ടായയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടാണിക് ഗാർഡനിലേക്കാണ്. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മളായിട്ട് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത്. നമുക്കുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ അപ്പം ആക്ച്വലി ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ അപ്പവും ഇഡ്ഡലിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലേ? പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ ചൂസ് ചെയ്തത്? ഒരു പക്ഷേ മേ ബി ഒരു കാലത്ത് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർക്ക് കൂടുതൽ ഊർജ്ജം മേ ബി വേണ്ടിയിരുന്നിരിക്കാം. ആ സമയത്ത് അവർ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് വളർന്നു വന്നു. പിന്നീട് ഒരു സമയത്ത് ഇത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലുള്ള ആളുകൾക്ക് അത്രയും ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ ആ ഒരു കസ്റ്റം സ്റ്റിൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. അപ്പം ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കണ്ടപ്പോൾ തന്നെ ഇവർ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഈ പറഞ്ഞ സാലഡ്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ബ്രെഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓവറായിട്ടുള്ളൊരു ഇതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളും അങ്ങനെയുള്ള സാലഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും അത് നമ്മൾ കൺസ്യൂം ചെയ്ത് ശീലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഒഴിവാക്കാമെന്ന് തോന്നുന്നു. നമ്മുടെ ഗൈഡായിട്ടുള്ള ആളാണ്, ജിപ്സി എന്നാണ് പേര്. ഓൾറെഡി ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തി വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ആദ്യമേ പോകുന്നത് നോങ് നോച്ച് ഗാർഡനിലാണ്. നമുക്കൊരു ഹാഫ് ഡേയോളം അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്, ടെർമിനൽ 21 എന്ന് പറയുന്നത്. ആക്ച്വലി അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള അൽക്കാസർ ഷോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ ഒരു സമയം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ടെർമിനൽ 21 എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളിലും പോകാനായിട്ടാണ് ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഹോട്ടലിൽ നിന്ന് അറൗണ്ട് ഒരു 30 മിനിറ്റോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ പോയ വഴിക്ക് ഇപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പോലീസിൻ്റെ ചെക്കിങ്. ആക്ച്വലി ഇവിടെയും വണ്ടി ചില സാഹചര്യങ്ങളിലൊക്കെ തടഞ്ഞു നിർത്തി അവർ ചെക്കിങ് നടത്താറുണ്ട്. അപ്പം ആ ഒരു വിഷ്വൽസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പട്ടായയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എപ്പോഴും ഒരു വെയിലൊക്കെ ഉള്ള ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ പട്ടായയിൽ നിന്ന സമയത്തൊന്നും ഞാൻ കണ്ടില്ല. അതേപോലെ തന്നെ എപ്പോഴും ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്നാൽ നല്ല ചൂടുമുണ്ട്. ഇത്രയും വെയിലുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇപ്പം വിയർക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ ടാനൊക്കെ പേടിയുള്ള ആളുകൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതേസമയം നമ്മൾ ബാങ്കോക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്, പക്ഷേ നല്ല ചൂടുണ്ട്. ഇപ്പം പട്ടായയേക്കാളും ചൂടുണ്ട്, പക്ഷേ വെയിലില്ല, അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു അരമണിക്കൂറോളം യാത്ര കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇനി ഇതിനകത്താണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പം ബാംഗ്ലൂരൊക്കെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടും കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് മാത്രം നിങ്ങൾ സങ്കല്പിക്കരുത്. ഇത് ആക്ച്വലി ഏകദേശം ഒരു 500 ഏക്കറിലധികം വലിപ്പമുള്ള ഒരു വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അതേപോലെ തന്നെ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ചെടികൾ, അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ, പഴങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസിലേക്ക് എത്താൻ തന്നെ നമ്മൾ കുറേ നേരം വണ്ടിയിൽ യാത്ര ചെയ്യണം. സോ അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയ ശേഷമുള്ള യാത്രയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകളും അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിമകൾ, അതായത് ഇവർ തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം ആഫ്രിക്കൻ ആനകളുടെയും അതേപോലെ തന്നെ ഡിനോസറുകളുടെയും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെയും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബെറീസിൻ്റെ ഒക്കെ നമുക്കിങ്ങനെ ഇതിനകത്ത് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വിൻറ്റേജ് കാറുകൾ, മസിൽ കാറുകൾ, അതേപോലെ തന്നെ റാലി കാറുകൾ, ഇതൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. ഒരു കാലത്ത് ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ട്രക്കുകളും അങ്ങനെയുള്ള പലതരത്തിലുള്ള വാഹനങ്ങളെയും പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഇനി നിങ്ങൾ ഈ കാണുന്നതാണ് NICE, അതായത് നൈസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആസ്ഥാന മന്ദിരമാണെന്ന് തോന്നുന്നു. കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇവിടെ ഇതിന് മുന്നിലായിട്ട് നമ്മൾ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ്, ഇന്ത്യയുടെ ഉണ്ട്, US, കാനഡ, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ് ഇങ്ങനെ നമ്മൾ ഇതിന് മുന്നിലായിട്ട് കാണാൻ പറ്റും. ഇത് എന്താണെന്ന് കറക്റ്റ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഓൾറെഡി നിങ്ങൾ പോയിട്ടുണ്ട്, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഡെഫിനറ്റ്ലി അന്ന് നിങ്ങൾ എവിടെ ഒന്ന് പറയാൻ വേണ്ടി, കമൻറ്റിൽ ഒന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം നമ്മൾ നോങ്നൂച്ച് ഗാർഡൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇവിടുത്തെ ഏകദേശം ഒരു തിരക്ക് എന്താണെന്നുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അത് നമ്മളിപ്പോൾ 1 or 2 രാജ്യങ്ങളിലേ അല്ല, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം സാധ്യതകളുള്ള ഒരു രാജ്യമാണ്. അവിടെ സ്റ്റിൽ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് കാണുമ്പോൾ കേരളത്തിലൊന്നും ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തതായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. ആകെപ്പാടെ നമുക്കൊരു വർക്കലയുണ്ട്, ഒരു മൂന്നാറുണ്ട്. ഇതുപോലും പ്രോപ്പർലി മാനേജ്ഡ് അല്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ സഞ്ചാരികൾ വരുന്ന ആളുകൾ അവരെ മാനേജ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ മേഖലയിലുള്ള കുറച്ച് ആളുകളുടെ ഇടപെടൽ കൊണ്ടൊക്കെ ആയിട്ട് മാത്രം ഓടിപ്പോകുന്ന ഒരു മേഖലകളാണ് നമ്മുടെ നാട്ടിലെ ടൂറിസം. എനിക്കങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്ച്വലി നമ്മൾ ഇതിനുള്ളിലേക്ക് വരുവാണ്. ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ അതിനൊന്നും വേണ്ടി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നിട്ടില്ല. നമുക്ക് വേണ്ടി അതെല്ലാം നമ്മുടെ പാക്കേജിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അതെല്ലാം എടുത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് എൻട്രൻസിനുള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഡിഫറൻറ്റ് വെഹിക്കിൾസ് നമുക്ക് കയറി വരുമ്പം തന്നെ കാണാമെന്നുള്ളത്. അപ്പോൾ ഇതല്ല, ഇതിന് പുറമെ ഒത്തിരി വെഹിക്കിൾസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് നമുക്ക് പോകെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറിയ സമയത്ത് തന്നെ ഈ ലോകത്തുള്ള പല രാജ്യത്തെ ആളുകളെ കാണുമ്പം ഇവരെല്ലാം വരുന്ന ഒരു സ്ഥലം ഈ രീതിയിൽ ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അസാമാന്യ കാര്യം തന്നെയാണ്. അപ്പം ആക്ച്വലി ഞങ്ങൾ കയറി വന്ന സമയത്ത് തന്നെ ഇവിടെ ആനകളെ കൊണ്ട് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 50 ബാത്ത് കൊടുത്താൽ നമുക്ക് പഴം കിട്ടും. ഈ പഴം വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആനയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആന നമ്മുടെ വേണമെങ്കിൽ നമുക്ക് ആനയെ കൊണ്ട് ഓരോ അവരെ തൊടാനോ അല്ലെങ്കിൽ ജസ്റ്റ് അവരെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തലയിൽ കൈ വെപ്പിക്കാനോ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി. ആക്ച്വലി ഇനിയാണ് ഇവിടെ ഒരു അത്ഭുത ലോകമാണ്. ഈ ലോകത്ത് ഇതിനു മാത്രം ചെടികളും ഇത്രയും വൈവിധ്യമാർന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ചെടി വർഗ്ഗത്തിൽപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതൊന്നും ഈ തായ്ലൻഡിൽ മാത്രമുള്ള ചെടി വർഗ്ഗങ്ങളല്ല, ഈ ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സിസ്റ്റങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കണ്ടോ, എത്രമാത്രം ആളുകളാണ് ഈ ടൂറിസത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മജോറിറ്റി വരുമാനവും തായ്ലൻഡിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടൂറിസത്തെയാണ്. അപ്പോൾ ടൂറിസം കൊണ്ട് മാത്രം പോലും ഒരു രാജ്യത്തിന് നിലനിൽക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ സ്റ്റേറ്റിൽ എന്താണ് ശരിക്കും അത്രയും സാധ്യതകളുള്ള നമ്മുടെ നാട്ടിലെ ടൂറിസം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇപ്പോഴും കുറേ ആളുകളെങ്കിലും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അവർക്ക് എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഈ ശരിക്കും ഇത് നമ്മൾ തായ്ലൻഡിൽ ഈ പറഞ്ഞ പട്ടായയിലോ ബാങ്കോക്കിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെയും കൂടെ വരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് മിസ്സാക്കി കളയാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ കണ്ടിട്ട് ഇറങ്ങി പോകാവുന്നൊരു സ്ഥലമല്ല. 500 ഏക്കർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 500 ഏക്കറിലധികം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഒരു 1 day ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചൂട് അത്രയും പറ്റത്തില്ല, നമുക്കങ്ങനെ ഫുൾ ടൈം നിൽക്കാൻ പറ്റത്തില്ല, ഇതൊരു ഓപ്പൺ ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ എങ്കിലും നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്താതെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വർത്തായിട്ട് ഫീൽ ചെയ്യത്തില്ല. അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാം ഒന്നും നടന്നു പോയി കാണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ അതിനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. സോ നമുക്ക് അതേ കയറി നമുക്ക് ഇതിനകത്തുള്ള പല സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ഏരിയത്തിലൂടെ നമുക്ക് പോയി അതൊക്കെ കാണാനും അത് ആസ്വദിക്കാനുമുള്ള അവസരം നമുക്ക് ഈ ഒരു ഗാർഡനിൽ അവർ തന്നിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ആക്ച്വലി ഞാനിങ്ങനെ ഇതിനകത്തോടെ നടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും
ഏതൊക്കെ രാജ്യക്കാരാണ്, ഏതൊക്കെ സംസ്കാരത്തിൽ നിന്ന് വന്ന ആളുകളാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ഇതൊക്കെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സ്റ്റിൽ ഇപ്പോഴും ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ലോകം എത്രമാത്രം വികസിച്ചിരിക്കുന്നു, ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ മുന്നേ പോകുന്നത് ആക്ച്വലി പാകിസ്ഥാനോ ബംഗ്ലാദേശിൽ നിന്നോ ആളുകളാണ്, ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നില്ല. അവർ കണ്ടോ അവർ നമ്മുടെ മുന്നിലായിട്ട് അവർ നടന്നു പോകുന്നുണ്ട്. അപ്പം അവരുടെ രാജ്യത്ത് നിന്ന് പോലും ആളുകൾ ട്രാവലിങ്ങിന് വേണ്ടി മാറി ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. അങ്ങനെ നമ്മൾ നടന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി നമ്മളൊരു കലാരൂപം കണ്ടു. ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം കേട്ടോ. ഈ കലാരൂപത്തിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്ത് കലാരൂപമാണെന്നോ അല്ലെങ്കിൽ ഇതെന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു താളത്തിനനുസരിച്ചുള്ള അവരുടെ ആ നൃത്ത ചുവടുകളും അതേപോലെ തന്നെ അതിനോട് ചേർന്ന ആളുകൾ ഡാൻസ് കളിക്കാൻ, അവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾ അതിനോട് ചേർന്ന് ഡാൻസ് കളിക്കുന്നതും എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശരിക്കും ഒരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആക്ച്വലി എനിക്കത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ആക്ച്വലി ഇതിവിടെ നിന്ന് എൻജോയ് ചെയ്തു. അപ്പം അവർ ആ ഒരു താളത്തിനാണ്, ആ ഒരു താളവും അവരുടെ ആ ഒരു സ്റ്റെപ്പും എല്ലാം ആക്ച്വലി നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ശരിക്കും മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് റിയലായിട്ട് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. ചില സംഗീതം അല്ലെങ്കിൽ ചില നൃത്തച്ചുവടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ല. അതേപോലെ ഒരു ഫീല് തരുന്ന ഒരു കലാരൂപമായിരുന്നു ആക്ച്വലി അത്. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ മുന്നോട്ട് നടന്നു, കുറേ നേരം നിന്നു. അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഞാൻ നടന്ന് മുന്നോട്ട് വന്ന സമയത്ത് കണ്ട വേറൊരു ഏരിയയാണിത്. ആക്ച്വലി ഇവിടെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തു. ശരിക്കും ഒരു വർത്തായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് നമ്മൾ പട്ടായ വരുമ്പോൾ ഈ പറഞ്ഞ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരിക എന്നുള്ളത്. ഇതൊന്നും മാത്രമല്ല കൾച്ചറൽ ഷോസ്, അതേപോലെ തന്നെ ആനിമൽ ഷോസ്. ഇവിടെയുള്ള രണ്ട് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൾച്ചറൽ ഷോയും അതേപോലെ തന്നെ എലിഫൻറ്റ് ഷോയും. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് സെപ്പറേറ്റ് പാസ്സുണ്ട്. അപ്പോൾ ആ പാസ് നമ്മൾ എടുക്കണം. നമ്മൾ ഇങ്ങോട്ട് എൻട്രൻസിൽ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പാക്കേജാണ്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ കൾച്ചറൽ ഷോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വേണമെന്നല്ല, നമ്മൾ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അപ്പം തായ്ലൻഡിൻ്റെ കൾച്ചർ എന്തായിരുന്നെന്നും ആ ഒരു പഴയ കാലഘട്ടവും ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു തരുന്ന ഒരു ഷോയാണ് ഇവിടുത്തെ കൾച്ചറൽ ഷോ ആയിട്ട് വരുന്നത്. അതേസമയം എലിഫൻറ്റ് ഷോ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ തന്നെ അതൊരു ഓപ്പൺ ഏരിയയായി നടക്കുന്നത്. ഇപ്പോൾ കൾച്ചറൽ ഷോ ഒരു ഇൻഡോർ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ ഇട്ട് സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. അതേസമയം നിങ്ങൾ എലിഫൻറ്റ് ഷോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അത് ഓപ്പൺ ഏരിയയാണ്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ആസ് എൻ ഇന്ത്യക്കാരൻ നമുക്ക് ചിലപ്പം ബോറടിക്കാം. നമ്മൾ ഇതിനു മുമ്പും ആനയെ ഒത്തിരി വ്യാപകമായിട്ട് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളതായതുകൊണ്ടും അതേപോലെ തന്നെ പല സർക്കസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായതുകൊണ്ടും മേ ബി നമുക്കത് ചിലപ്പം ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പോലും നിങ്ങളിവിടെ വരെ വരുന്നതാണ്. അത് വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആ ടിക്കറ്റിനകത്ത് അത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ അതുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറേ ഇവരുടേതായിട്ടുള്ള സ്റ്റാച്യൂസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഫോട്ടോ പോയിൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു കൊമ്പനാനെ ആക്ച്വലി നമ്മളൊരു കൊമ്പൻ, അവൻ്റെ കൊമ്പ് ആക്ച്വലി എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്തൊരു കാര്യം അവൻ്റെ കൊമ്പാണ്. ആക്ച്വലി അതിങ്ങനെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് നമുക്ക് വരാം. അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട്
മുന്നോട്ട് നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐസ്ക്രീംസ്, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. നമുക്കതൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം, കഴിക്കാം, എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ടിങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞ ആന കണ്ടോ, നിങ്ങളതിൻ്റെ കൊമ്പ് കണ്ടോ, അതിൻ്റെ ഒരു വലിപ്പം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് വീണ്ടും നടന്നു പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറേ കുഞ്ഞാനകൾ, പിടിയാനകളെ നമുക്ക് കാണാൻ പറ്റും. ഈ പിടിയാനകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ ആളുകളുടെ ദേഹത്തേക്ക് ചീറ്റിക്കും. ഒത്തിരി കുട്ടികൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബോളിട്ട് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടിയത് നമ്മളോട് കളിക്കാൻ കൂടും. അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടത് വരും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ പോയി ടച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെയുള്ള കുഞ്ഞ് ആനകളും അതേപോലെ തന്നെ പിടിയാനകളും അവരെ നിയന്ത്രിക്കാനായിട്ട് അവരുടെ ആനപ്പാപ്പാനും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ട് അതൊക്കെ അവിടെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. അപ്പം അതിനുശേഷം ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞ് ആന ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഏതെങ്കിലും ആന എന്ന് പറയുന്നത്, ആനയെ ഫസ്റ്റ് ടൈമാണ് അവൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആനയെ അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളും അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആനയെ തൊട്ട് നോക്കാനാണ് അവനോട് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി അവന് ആദ്യമേ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അവൻ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രമാണ് ആന. അപ്പോൾ അവനൊന്ന് ചെറുതായിട്ട് തൊട്ട് നോക്കി. അതിനുശേഷം അവന് ചെറിയൊരു ധൈര്യം വന്നു. അപ്പോൾ അവൻ വീണ്ടും അതിന് തൊട്ട് നോക്കി. അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആനയെ. അപ്പോൾ അവൻ അങ്ങനെ ആനയെ നേരിട്ട്, അവൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ ആനയെ നേരിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ആനയുണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പം പണ്ടത്തെ എത്ര അപേക്ഷിച്ച് നമ്മുടെയൊക്കെ ഒരു 90 കിഡ്സൊക്കെ ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആനയെ നമുക്ക് വ്യാപകമായിട്ട് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, ഒരു 2005 ശേഷമൊക്കെ ജനിച്ച ആളുകൾക്ക് ആനയെ അങ്ങനെ വ്യാപകമായിട്ട് അവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും TV പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ന്യൂസിലൊക്കെ കാട്ടാനയുടെ കാര്യമൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടേ കാണുകയുള്ളൂ. ഓക്കെ, എന്ത് തന്നെ ആവട്ടെ, ഇപ്പോൾ ഉത്സവത്തിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ഡിപ്പെൻസ്, എന്ത് തന്നെ ആവട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യാപകമായിട്ട് ആനയെ കാണാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആനയെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും അവൻ്റെ ആദ്യത്തെ റിയലായിട്ടുള്ള ഒരു ആനയെ കണ്ട് അതിനെ തൊട്ട് നോക്കുന്ന എക്സ്പീരിയൻസിലായിരുന്നു. അതിനുശേഷം ഇവിടെ കുറേ കുട്ടികളും ആളുകളും ചേർന്ന് ഒരു കുഞ്ഞ് ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പോയി കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ തന്നെ ഒരു സൊങ്കാരം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിലൂടെ നടക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ഇവർ കൊണ്ടുവന്ന് വെള്ളം ചീറ്റിച്ചിട്ട് പോകും. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ വിഷു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ഈ തായ്ലൻഡിലെ സൊങ്കാരം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ ആ ഒരു ദേഹത്തെല്ലാം ഒരു ക്രീമൊക്കെ തേച്ച് അതേപോലെ തന്നെ ഇവർ വെള്ളമൊക്കെ ചീറ്റിച്ചുകൊണ്ട് നടക്കും. അവരിങ്ങനെ വണ്ടിയിൽ വലിയ ജാറിനകത്ത് ഇങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ടുപോയി വഴിയെ പോകുന്ന ആളുകളുടെ ദേഹത്തൊക്കെ ഒഴിക്കും. അപ്പോൾ നിങ്ങൾ ഔട്ട്സൈഡൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഫോണൊക്കെ എടുത്ത് സേഫായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അതിനുശേഷം നമ്മുടെ കൾച്ചറൽ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത്രയും നേരം വെയിൽ കൊണ്ട് നിന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പം ആക്ച്വലി ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേന് വല്ലാത്തൊരു റിലാക്സേഷനാണ് കിട്ടിയത്. കാരണം AC ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കുറേ നേരം വെയിൽ കൊണ്ടിട്ട് നമ്മൾ AC ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്. ആക്ച്വലി അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഞങ്ങൾ കുറേ നേരമായിട്ടൊരു കുറച്ചൊന്ന് ഒരു റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുക. കുറേ നേരമായിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വരുന്നത് കൾച്ചറൽ ഷോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എലിഫൻറ്റ് ഷോയുടെ റെക്കോർഡിങ്സോ കാര്യങ്ങളോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം അതിൻ്റെ ഫുട്ടേജസ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ആക്ച്വലി നല്ല രീതിയിൽ ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൾച്ചറൽ ഷോയുടെ പക്ഷേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അതിനു മുമ്പ് നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതാണെങ്കിൽ അടുത്തടുത്തുള്ള സീറ്റ് നമ്പറൊക്കെ നോക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കയറി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പം അത് നമ്മൾക്ക് അടുത്തുള്ള സീറ്റ് കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ കൾച്ചറൽ ഷോസ് തുടങ്ങി. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ.
ഇതിൻ്റെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീല് നമുക്കൊരു വീഡിയോ കാണുമ്പോൾ പലപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റിലായിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഫീലും ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന അതിനകത്തു നിന്നുള്ള ഫീലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. അപ്പം ആക്ച്വലി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് ആക്ച്വലി നിങ്ങൾ പറ്റുന്ന ആളുകളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊരു 1 ടൈം എന്തായാലും തായ്ലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ മലേഷ്യ എന്ന് പറയുന്ന രാജ്യമൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട മറ്റൊരു സ്ഥലമാണ് തായ്ലൻഡ്. ഇവിടെ നമ്മൾ മലേഷ്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒത്തിരി ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ആദ്യമേ മലേഷ്യ പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ കമ്പയർ ചെയ്ത സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ പറഞ്ഞ തായ്ലൻഡ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചൂസ് ചെയ്തത്. എന്നും പറഞ്ഞ് മലേഷ്യ മോശമാണെന്നോ അവിടെ അതിനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നൊന്നുമല്ല, അവിടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ കൾച്ചറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഇവർ ഈ ഓരോ കൾച്ചറൽ ഷോയിലൂടെയും നമുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് തായ്ലൻഡിൻ്റെ തന്നെ ചരിത്രം. ഒരു സാധാ ഫിഷിംഗ് വില്ലേജ് ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവരെങ്ങനെ ഈ രീതിയിലായി, അവരുടെ കലാരൂപങ്ങൾ എന്താണ്, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണ്, അവരുടെ മതം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ഓരോന്നിലും അവിടെ വന്നിരുന്ന ഡിഫറെൻറ്റ് രാജവംശങ്ങളും അവരുടേതായിട്ടുള്ള സംഭാവനകളും കാര്യങ്ങളും രീതികളും ഇതെല്ലാം നമുക്ക് ഈ ഒരു കലാരൂപത്തിലൂടെ അവർ കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കേന്ദ്രം ഇന്ത്യ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഇന്ത്യയിൽ ബുദ്ധമതം അത്ര സ്ട്രോങ് അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള തായ്ലാൻഡ്, അതേപോലെ തന്നെ കൊറിയ, ഈ ജപ്പാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ പറഞ്ഞ ബുദ്ധമതം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം തായ്ലൻഡിലെ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതമാണ് ബുദ്ധമതം. അപ്പം അതിൻ്റേതായിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു കടന്നുവരവും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തമായ സ്വാധീനവും എല്ലാം ഇതിൻ്റെ കലാരൂപങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ തായ്ലൻഡ്, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ ഡ്രാഗണും പാമ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനെയൊക്കെ ഇവരുടെ കലാരൂപത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ തായ്ലൻഡിലുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആനയെ ഒരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ്. അവർ ആനയെ എല്ലാ സ്ഥലത്തും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ജീവി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡ് വ്യാപകമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആനയെ നമുക്ക് കാണാൻ പറ്റും. അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റേതായിട്ടുള്ളൊരു സമീപനവും കാര്യങ്ങളും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിന് കാരണം തന്നെ അവർ ഇതിനെ ഒരു ഭാഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ളൊരു ജീവി എന്ന് അവർ കരുതുന്നതുകൊണ്ടാവാൻ വേണ്ടി. അപ്പം ഞങ്ങളിങ്ങനെ ഈ കലാരൂപങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഈ പലതരത്തിലുള്ള നൃത്ത, കുച്ചിപ്പൊടി, ഭരതനാട്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ പല ആളുകൾക്കും ഇഷ്ടമാവാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, അതെന്തു തന്നെ അവിടെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. പക്ഷേ ഇവിടെ വന്നിരുന്ന് ഈ കലാരൂപം നമുക്ക് കാണുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഓരോന്നിലും ഇവർ ഉപയോഗിച്ചിരിക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു സംഗീതവും അവരുടേതായിട്ടുള്ള നൃത്ത ചുവടുകളും അവരുടേതായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും ഇതെല്ലാം നമ്മളെ ഒത്തിരി എൻജോയ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അത്രയും നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് ഇതിനുള്ളിൽ വന്നിരുന്ന് ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ കലാരൂപങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞങ്ങളതെല്ലാം കണ്ടിവിടെ ഇരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പം ഒരുത്തരം വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. ചിലർക്ക് ഇത് ബോറടിക്കാം, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാം. ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു 90% ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാനാണ് ചാൻസ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ആ ഒരു ഓഡിറ്റോറിയത്തിൽ ഇരുന്ന ഒരു മജോറിറ്റി ഓഫ് ആളുകൾക്കും ഇത് ഇഷ്ടപ്പെട്ട അവസാനം അവരെല്ലാം കൈയടിച്ച് അവരൊത്തിരി സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടത്. അപ്പം പേഴ്സണലി എനിക്ക് തോന്നുന്നു മേ ബി ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന്. നമ്മുടെ നാട്ടിലുള്ള സിനിമ റിവ്യൂവേഴ്സൊക്കെ സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് നമ്മൾ കാണാറില്ലേ, അതേപോലെ തന്നെ അങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആ ഒരു ഷോയുടെ അവസാനം അവരിങ്ങനെ ആനകളെ കൊണ്ടുവന്ന് അതിൻ്റേതായിട്ട് അവരെല്ലാവരും ആ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതിന് ശേഷം അവർ പോയി. ഞങ്ങളങ്ങനെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എലിഫൻറ്റ് ഷോ കണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാനില്ല എന്ന് ആദ്യമേ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സമയവും തന്നെ നമുക്ക് കൂടുതൽ സമയം തന്നിരുന്ന ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അത് ആക്ച്വലി ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാക്കേജ് തന്ന ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ നേരം ഈ തായ്
വേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. മേ ബി നമ്മളിങ്ങനെ ഒരു യാത്രയിലൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് തന്നെയുള്ള നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനകത്ത് തന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന നമ്മൾ കഫറ്റേരിയയിലേക്ക് വന്നിരിക്കുവാണ്. നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്ത്യൻ മീൽസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കറികളാണ് സാമ്പാർ, അങ്ങനെയുള്ള മോര് കറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച ശേഷം ഇനി നമ്മൾ മൊത്തത്തിലുള്ള ഈ ഗാർഡൻ മൊത്തം നമുക്കൊന്ന് വിസിറ്റ് ചെയ്യണം. നമുക്ക് ഇത് മൊത്തം നടന്ന് കാണുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, കാരണം ഇത്രയും വലിയൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള വണ്ടിയും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പുറകിലായിട്ട് ഞങ്ങൾ കണ്ട ഒരു കാര്യമാണ്, ഇവിടെയായിട്ട് കുറേ ആളുകൾ വന്ന് ഇവിടെ നിന്നൊരു വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഇവരുടേതായിട്ടുള്ള എന്തോ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് അവർ ആ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരത് കൊണ്ടുപോയി അവിടെ ആ ഒരു കുഞ്ഞ് ബുദ്ധൻ്റെ പ്രതിമയിൽ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ബാക്കി ഈ പറഞ്ഞ ഗാർഡൻ്റെ ഓരോ ഏരിയയിലേക്കും ഞങ്ങളിങ്ങനെ പോയി കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ കാര്യങ്ങൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം ഒന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ, നമ്മൾ ഒരു വലിപ്പമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളത് വലുതാണ് എന്ന് ചിന്തിക്കുമ്പോഴും അതേ സമയം തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ലോകത്തുള്ള പലതരത്തിലുള്ള ചെടികൾ, കള്ളിമുൾ ചെടികൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, ഇതെല്ലാം ഇവരിവിടെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. ആക്ച്വലി ഞങ്ങൾ ഇത് ഏകദേശം നമുക്കൊരു 1/4 മണിക്കൂറോളം നമുക്കിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ ഏത് പ്ലാനാണ് എടുക്കുന്നതെന്നൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഓരോ സെക്ഷനും ചില ചെടികളും ചില മരങ്ങളും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനൊന്നും പേരും എനിക്കറിയത്തില്ല. ആക്ച്വലി ഞങ്ങളിതെല്ലാം കണ്ട് മുന്നോട്ടിങ്ങനെ പോവാണ്. ഇപ്പം നിങ്ങൾ ഈ മുന്നേ കാണുന്ന കുറേ ആടുകളുടെ അതേപോലെ തന്നെ പശുവിൻ്റെയൊക്കെ അവർ സിമെൻറ്റിൽ തീർത്ത അല്ലെങ്കിൽ അങ്ങനെ അവരായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കുറേ രൂപങ്ങളാണ്, അതായത് കുറേ പ്രതിമകൾ. അപ്പോൾ അതിങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആടുകൾ തന്നെയാണ് കൂടുതലും, പലതരത്തിലുള്ള ആടുകളാണ് കേട്ടോ. അതേപോലെ തന്നെ കഴുത, കുതിര, അതേപോലെ തന്നെ കോവർ കഴുത, ആനകൾ, ഇങ്ങനെയുള്ള ജീവികൾ പലതും ഉണ്ട്. ഇനി ചില ജീവികളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ആക്ച്വലി എനിക്കറിയത്തില്ല പേഴ്സണലി അതെന്താണെന്ന്, നമ്മുടെ രാജ്യത്തുള്ളതല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്താണ് ആക്ച്വലി കരീബിയൻ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്ഥലം കാണും. ഇവിടെ കൂടുതൽ സംഭവങ്ങൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കളിമണ്ണിലാണ്. അപ്പോൾ കളിമണ്ണിൽ ഇവർ കുറേ സാധനങ്ങൾ, ഇങ്ങനെ കുറേ രൂപങ്ങൾ, ആർച്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിനോസറുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. അതേപോലെ തന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള പല പക്ഷി മൃഗാദികളെ നമുക്ക് കാണാൻ പറ്റും. ഫേമസ് ആയിട്ടുള്ള ഒരു ബേഡാണ് മക്കാവു ബേഡ്സ്. അപ്പോൾ അത് നിങ്ങൾ ചിലയിടത്തൊക്കെ കണ്ടിട്ട് കാണും. ഏകദേശം നമ്മുടെ നാട്ടിലെ തത്തയോടൊക്കെ സിമിലർ ആയിട്ടിരിക്കുന്ന കുറച്ചുകൂടെ വലിയൊരു ബേഡാണ് മക്കാവു ബേഡ്സ്. അതിൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കാം. അതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ടൈമാണ് ഇവിടെ എത്രത്തോളം സ്പെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കണമെന്നുള്ളത്. ആക്ച്വലി നമുക്ക് കുറേ സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു 1 day ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പതുക്കെ നടന്ന് ഓരോ കാര്യങ്ങളും കണ്ടു കേട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാഫ് ഡേ ആണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ ബാക്കി സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോവാണ്. പലതരത്തിലുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. കള്ളിമുൾ ചെടികൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ആഫ്രിക്കയിലൊക്കെ മാത്രം കണ്ടുവരുന്ന ചിലതരം മരങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഇതെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്ന സെക്ഷനാണ് കാർ കളക്ഷൻസ്. അപ്പം ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അതേപോലെ തന്നെ റാലി കാറുകൾ, അങ്ങനെയുള്ള നമ്മൾ ഒത്തിരി ഈ വാഹനപ്രേമികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെയുള്ള മസിൽ കാറുകളും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലോറികളും, അതേപോലെ തന്നെ
ഫേമസ് ആയിട്ടുള്ള പല വണ്ടികൾ, ഹമ്മർ, മസ്താങ്, ഇങ്ങനെയുള്ള പല വണ്ടികൾ, ഫോർഡിൻ്റെ വണ്ടികൾ, ഇങ്ങനെയുള്ള പല വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള അതിനുവേണ്ടി തന്നെയുള്ളൊരു സെക്ഷനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുഞ്ഞ് സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരും. ഇത് നമുക്ക് ഇഷ്ടമുള്ള വണ്ടി അല്ലെങ്കിൽ വാഹനം ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു ചില കാറുകളും അതേപോലെയുള്ള വണ്ടികളും ഒക്കെ നമുക്ക് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. സോ അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. കാറുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ബൈക്കുകൾ, അതേപോലെ തന്നെ റാലി കാറുകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മാക്സിമം തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെയുള്ള ഓരോ കാറുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ വിഷ്വൽസും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കൺവിൻസിങ് ആയി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയനും സജഷൻസും ഒക്കെ ഈ വീഡിയോയെക്കുറിച്ചും ഇനി വരുന്ന ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതായിരിക്കും നമ്മൾ ഇനി വരുന്ന പുതിയ വീഡിയോസ് ചെയ്യാനുള്ള നമുക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്ളോഗിങ് ചാനലാണ് നമ്മുടെ. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി നമ്മൾ ബസ് കയറി നേരെ പോകാൻ പോകുന്നത് ഈ പറഞ്ഞ ടെർമിനൽ 21 എന്ന് പറയുന്ന മാളിലേക്കാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.